ലതാ സെഡ്ജി വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ മണിൻ്റെ കിനാവുകൾ എന്ന കവിതയെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രവർത്തനങ്ങൾ കൂടാതെ നിങ്ങളെല്ലാം നേരത്തെ ഓരോ പൂക്കളുടെ പേരിൽ ഗ്രൂപ്പുകൾ തിരിഞ്ഞില്ലേ? ആ പൂക്കളുടെ ചിത്രങ്ങൾ വരച്ചിരിക്കുമല്ലോ. ആ ചിത്രങ്ങളും ഈ കവിതയിൽ നിന്ന് കിട്ടിയ വിവരണങ്ങളും എല്ലാം ചേർത്ത് ഒരു ചുവർ പത്രിക തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം, ഓരോരോ ഗ്രൂപ്പിൻ്റെ പേരിൽ. പിന്നെ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ: കുരുക്കുക, കിളിർക്കുക, നുകരുക, ആസ്വദിക്കുക, പിന്നെ ചന്തം, ഭംഗി, ലാളിക്കുക എന്ന് പറഞ്ഞാൽ ഓമനിക്കുക, പിന്നെ അങ്ങനെ കുറേ വാക്കുകളുടെ അർത്ഥങ്ങൾ കണ്ടെത്തി എഴുതുക. അതുപോലെ തന്നെ തൂമ എന്ന് പറഞ്ഞാൽ ഭംഗി. ഈ പുസ്തകത്തിലെ പദപരിചയം എന്നുള്ള ഭാഗത്ത് അധികം അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ നോക്കി നിങ്ങൾ ബാക്കി വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. അത് നിങ്ങൾ ചെയ്യുമല്ലോ. കൂട്ടുകാരെ, ഈ കവിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠമായ കാട്ടിലെ മഴ എന്ന പാഠവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി.